ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പറയാൻ പോകുന്നത് KFZ മെക്കാട്രോണിക്സ് അതുപോലെ സാധാ മെക്കാട്രോണിക്സ് തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ KFZ മെക്കാട്രോണിക്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ എനിക്ക് അറിയാൻ സാധിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ മെക്കാട്രോണിക്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഫർദർ ആയിട്ടുള്ള സ്റ്റഡിയും അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത്, അതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. KFZ മെക്കാട്രോണിക്സിൽ നമ്മൾ മെക്കാട്രോണിക്സിൽ പഠിക്കുന്ന സെയിം ഡിവിഷൻസ് തന്നെയാണ്. അതായത് മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് കമ്പ്യൂട്ടർ സിസ്റ്റം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ KFZ മെക്കാട്രോണിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് വെഹിക്കിൾസിന്റെ മെക്കാനിക്സ് ആണ്. മെയിൻലി എന്ന് പറയുകയാണെങ്കിൽ എൽക്കാവെ അതുപോലെ പേക്കാവെ ഒക്കെയാണ്. എൽക്കാവെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വണ്ടികളെ പറ്റിയാണ്, ലോഡ് ക്യാരി ചെയ്യുന്ന വണ്ടികൾ, അതായത് ട്രക്സ് അങ്ങനത്തെ ഉള്ള വണ്ടികളൊക്കെ പറ്റിയാണ് നമ്മൾ എൽക്കാവയിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ പേക്കാവെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ വണ്ടികൾ, അതായത് സാധാ കാഴ്സ്, പാസഞ്ചർ വെഹിക്കിൾസ് അങ്ങനെയുള്ളതൊക്കെയാണ് പേക്കാവയിൽ വരുന്നത്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ KFZ മെക്കാട്രോണിക്സിൽ ചെയ്യുന്നത്. സാധാ മെക്കാട്രോണിക്സ് ഇപ്പൊ ഞാൻ ചെയ്യുന്ന മെക്കാട്രോണിക്സിൽ വണ്ടികളെ പറ്റിയല്ല, നമുക്ക് മെഷീൻസും കാര്യങ്ങളും ഒരു കമ്പനിയിലുള്ള പ്രൊഡക്ഷൻ കുറെ മെഷീൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആയിരിക്കുമല്ലോ. അതിൽ എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളത് റിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ അതിലുള്ള ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഞാനിവിടെ പഠിക്കുന്ന മെക്കാട്രോണിക്സിലുള്ളത്. പക്ഷെ KFZ മെക്കാട്രോണിക്സിൽ നമ്മൾ വണ്ടികളും മെയിനായിട്ട് വണ്ടിപ്പണിയാണ്. അതായത് നാട്ടിലെ പോളിടെക്നിക്ക് പോലെ, അതായത് ഓട്ടോമൊബൈൽ പോളിടെക്നിക്ക് പഠിക്കണ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് KFZ മെക്കാട്രോണിക്സിലൂടെ പഠിക്കുന്നത്. KFZ മെക്കാട്രോണിക്സിന് ഫ്യൂച്ചർ ആയിട്ട് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഹിക്കിൾ ഷോപ്സിൽ വരാം. അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികളിൽ, ഇപ്പോൾ എല്ലാ കമ്പനികളിലും ട്രക്സ് അതുപോലുള്ള വണ്ടികളൊക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അവിടെ മെയിനായിട്ട് അവരുടെ ട്രക്സും കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും റിപ്പയറിങ് അതുപോലുള്ള ഇലക്ട്രിക്കൽ ട്യൂണിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ KFZ മെക്കാട്രോണിക്സ് ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ജോലി നമുക്കിപ്പോൾ കാഴ്സ്, അതായത് വലിയ വലിയ കമ്പനികളുണ്ട്, ആ കമ്പനികളുടെ പ്രൊഡക്ഷനിൽ നമുക്ക് ജോലി കിട്ടാം. അതുപോലെ തന്നെ ഇവർക്ക് ഇതുപോലെ തന്നെ വേറെ പ്രൊഡക്ഷൻ, അതായത് കാഴ്ച അല്ലാണ്ടുള്ള ഇപ്പൊ എന്ത് പണികൾ എടുത്താലും ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യണത് ട്രക്സും കാര്യങ്ങളിലാണ്. അപ്പോൾ എന്തായാലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് NFZ നുട്സ് ഫാർസോയിക് എന്ന് പറഞ്ഞ വേറൊരു കാറ്റഗറി ഉണ്ട്. അതായത് ഡെയിലി യൂസ് ചെയ്യണ കാഴ്ചയും കാര്യങ്ങളെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഇതിൽ നുട്സ് ഫാർസോയിക്കിൽ പറയണത്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, അതായത് വണ്ടിയുടെ എല്ലാ ടൈപ്പ് പരിപാടി ഉണ്ടാവും. അതായത് എന്ത് പ്രശ്നം വന്നാലും അത് ശരിയാക്കുന്ന ആളായിട്ടാണ് ഈ KFZ മെക്കാട്രോണിക്സിന്റെ പണി. അപ്പൊ ഈ നുട്സ് ഫാർസോയിക്കിൽ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽക്കാവെ വരും, അതായത് ട്രക്സും കാര്യങ്ങളും വരും, അതുപോലെ വാൻസ്, അതുപോലെ കുറെ അഗ്രികൾച്ചറൽ കൺസ്ട്രക്ഷൻ വർക്ക്സിന് ഉപയോഗിക്കുന്ന വണ്ടികൾ, അതുപോലെയുള്ള വണ്ടികളുടെ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യണത് ഇതിലാണ്. KFZ മെക്കാട്രോണിക്സ് അല്ല ഞാനിവിടെ ചെയ്യുന്ന മെക്കാട്രോണിക്സിൽ ഇതൊന്നും അല്ല, നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. പക്ഷെ സെയിം കാര്യങ്ങൾ തന്നെ നമ്മൾ വണ്ടിയിലല്ല മെഷീൻസിലും അതുപോലെയുള്ള പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന പല പല മെഷീൻ എക്യുപ്മെന്റ്സിലും ഒക്കെ കാര്യങ്ങളൊക്കെയാണ് മെക്കാട്രോണിക്സിൽ പഠിക്കുന്നത്. അതിൽ നമുക്ക് ജസ്റ്റ് കാര്യങ്ങൾ പാർട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറ്റുക, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്കുകൾ അങ്ങനെയുള്ള പണികളൊക്കെ ആയിരിക്കും. വണ്ടിയുമായിട്ടൊരു ബന്ധമില്ല, പക്ഷെ നമ്മൾ പഠിക്കുന്നത് സെയിം മെക്കാട്രോണിക്സ്, മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമുക്ക് ജോലി കിട്ടുന്നത് രണ്ടും രണ്ട് രീതിയിലായിരിക്കും. ഒരെണ്ണം ഓട്ടോമൊബൈൽ സെക്ഷൻ ആണെങ്കിൽ മറ്റത് മെഷീൻസ് അതുപോലെ ഇൻഡസ്ട്രി, പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി ബേസ് ചെയ്തുള്ള അകത്തുള്ള വർക്കായിരിക്കും. നമ്മൾ KFZ മെക്കാട്രോണിക്സ് ആണെങ്കിൽ അവർക്ക് പുറത്തായിരിക്കും, വർക്ക്ഷോപ്സിലൊക്കെ ആയിരിക്കും കൂടുതലും പണി. അതുപോലെ തന്നെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. രണ്ട് മെക്കാട്രോണിക്സ് ആണെങ്കിലും രണ്ടിനും നല്ല ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ളതാണ്. പിന്നെ രണ്ടിന്റെ സ്റ്റൈഫൻഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ KFZ മെക്കാട്രോണിക്സിൽ സ്റ്റൈഫൻഡ് ഇപ്പൊ എന്തായാലും പുതിയ റൂൾ അനുസരിച്ച് ഇപ്പോ €1000 എന്തായാലും നമുക്ക് കിട്ടും. അതില് നമ്മള് അപ്പൊ ഈ €1000 എന്നായിരിക്കും നമ്മുടെ റെന്റും ടാക്സ് ഒക്കെ പോവുക. അത് ഓരോ സ്ഥലം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില സ്ഥലത്ത് കൂടുതൽ, അതായത് ഇപ്പൊ €1000 മിനിമം സ്റ്റൈഫൻഡ് ഉണ്ട്, ചിലപ്പോൾ അതിൽ കൂടുതൽ സ്റ്റൈഫൻഡ് കിട്ടാം. പക്ഷെ ചിലപ്പോൾ അവിടെ റെന്റും കാര്യങ്ങളും കൂടുതലായിരിക്കും. എന്തായാലും ഒരു ആവറേജ് 1000 കിട്ടും. അതിൽ നിന്ന് റെന്റും പിന്നെ നമ്മുടെ ചെലവും കാര്യങ്ങളൊക്കെ, ടാക്സും ചെലവൊക്കെ അതിൽ നിന്ന് വേണം പോകാൻ. മെക്കാട്രോണിക്സ് പഠിക്കുന്നവർക്ക് ടാബ്, ലാപ്ടോപ്പ് ഒക്കെ കിട്ടുമെന്ന് ചോദിച്ചായിരുന്നു. അത് നമ്മുടെ ഷൂലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മെക്കാട്രോണിക്കേഴ്സ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്ക് ആർക്കും അങ്ങനെ ടാബ് ഒന്നും കിട്ടിയിട്ടില്ല.
പക്ഷെ ഫുഡ് ടെക്നോളജി അതുപോലെ ലോജിസ്റ്റിക്സ് ഒക്കെ പഠിക്കുന്നവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ പഠിക്കുന്ന ഷൂലെ അല്ല, അവരുടെ ഷൂലെ നമ്മുടെ ഷൂലെ അനുസരിച്ച് വ്യത്യാസപ്പെടും ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ. പ്രൈവറ്റ് മെക്കാട്രോണിക്കേഴ്സ് ആണെങ്കിലും സാധാ മെക്കാട്രോണിക്കേഴ്സ് ആണെങ്കിലും അവര് നമ്മളിപ്പോ ഹൗസ് ബിൽഡിങ്ങിൽ പഠിപ്പിക്കുന്നത് ചിലതിൽ നമ്മളെ സ്പെഷ്യലൈസേഷൻ ചെയ്യിക്കും. അതിപ്പോ ഓരോ കമ്പനി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ചിലര് ഇന്ന ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമുക്ക് വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുള്ള കമ്പനികളിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. മെക്കാട്രോണിക്സ് ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ കമ്പനിയിൽ തന്നെ ഫർദർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ കമ്പനിയിൽ നമുക്ക് 2 വർഷമൊക്കെ എക്സ്പീരിയൻസ് നേടിയതിനു ശേഷം നമുക്ക് വേറെ കമ്പനിയിലോട്ട് മാറാം. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് മൈസ്റ്റർ, അതായത് ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ മൈസ്റ്റർ എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് നമുക്ക് പഠിക്കാൻ പറ്റും. അത് 1-2 കൊല്ലത്തെ സ്റ്റഡി ആയിരിക്കും, അതായത് ഫർദർ സ്റ്റഡി എന്നൊക്കെ പറയും. മൈസ്റ്റർ ആയതിനു ശേഷം നമുക്ക് ബാച്ചിലേഴ്സ് വേണമെങ്കിൽ പഠിക്കാം. അതൊക്കെ നമുക്ക് പഠിക്കുന്നത് നമ്മൾ ജോലി ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ബാച്ചിലേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അതുപോലെ ഈ ഫർദർ സ്റ്റഡീസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചില കമ്പനികൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. അതായത് നമ്മുടെ കോസ്റ്റും കാര്യങ്ങളും നമ്മളിപ്പോൾ പഠിക്കുന്നതിന്റെ ഒക്കെ ചിലവൊക്കെ നമ്മുടെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിപ്പോ എല്ലാ കമ്പനിയും ഇല്ല, അതൊക്കെ നമ്മുടെ കമ്പനിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മുടെ വൈറ്റർ ബിൽഡിങ്ങിന് അവര് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ. അങ്ങനെ ബാച്ചിലേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മാസ്റ്റേഴ്സിന് പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഓപ്ഷണലാണ്. നമുക്കിപ്പോൾ ഹൗസ് ബിൽഡിങ്ങിൽ നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളും നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സാലറി കിട്ടും. അതിപ്പോ ഫസ്റ്റ് ഇപ്പൊ ഒരു ബാച്ചിലേഴ്സിന് കിട്ടുന്ന സാലറി ഒക്കെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവർക്ക് ഉണ്ട്. പക്ഷെ നമ്മുടെ കൂടുതൽ നോളജും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഒക്കെ വേണം. കാരണം നമുക്ക് സ്കില്ലും അത്യാവശ്യം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണല്ലോ കൂടുതൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ. അതിന്റെ ഒരു എപ്പോഴും ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ കൂടുതലും നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഹൗസ് ബിൽഡിങ്ങിലായിരിക്കും. ബാച്ചിലേഴ്സ് ഇപ്പൊ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷ് പ്രോഗ്രാംസ് ഒക്കെ ആയിരിക്കും അവർ ചൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇവിടെ ജോലി കിട്ടണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം ജർമ്മനാണ്. അപ്പോൾ ഹൗസ് ബിൽഡിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് കുറച്ചും കൂടി ബെറ്റർ ആവുകയും ചെയ്യും. നമുക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടുതലായിരിക്കും. അപ്പൊ കാവിസർ മെക്കാട്രോണിക്സിന്റെ ഒരു ബേസിക് കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഓട്ടോമൊബൈൽ സെക്ടറിലാണ് ഈ കാവിസർ മെക്കാട്രോണിക്കേഴ്സിന്റെ ആവശ്യം. പക്ഷെ നമ്മുടെ മെക്കാട്രോണിക്സ്, ഞാനിപ്പോ പഠിക്കുന്ന മെക്കാട്രോണിക്സ് ഇൻഡസ്ട്രിയിലാണ്. അപ്പോൾ കൂടുതലും ഇൻഡസ്ട്രി ബേസ്ഡ് പ്രൊഡക്ഷൻ ഉള്ള കമ്പനീസിലും അതുപോലെ മെഷീൻസിലൊക്കെ ആയിരിക്കും നമ്മുടെ ജോലി. ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.